ഹലോ കൂട്ടുകാരെ, നീരജ് വേൾഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞായിരുന്നു പുറത്തേക്ക് പോകാൻ നോക്കി ഷിപ്പയിലെ ജോലി വാഗ്ദാനം ചെയ്ത് എൻ്റെ നിന്ന് കുറച്ച് പണം തട്ടിയെടുത്തു. അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ നിന്നും തട്ടിയെടുത്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. എൻ്റെ കൂട്ടുകാർ ഇതുവരെ അതൊന്നും വിശ്വസിച്ചിട്ടില്ല. കൂട്ടുകാർ ഇപ്പോഴും കോൺടാക്ട്സ് ഉണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്നെ ഇന്ന് കൊണ്ടുപോകും, നാളെ കൊണ്ടുപോകും, 15 ദിവസം കഴിയുമ്പോൾ കൊണ്ടുപോകും. അപ്പോൾ മെഡിക്കൽ എടുത്തതിൻ്റെ കഥ വരെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അവരെ കൊണ്ട് ഇപ്പോൾ എന്നെ യെല്ലോ വാക്സിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചക്ഷൻ. അപ്പം ഇനി കുറച്ച് നാളും കൂടെ പിടിക്കുമെന്നാണ്. ആദ്യം നമ്മളെ കൊണ്ടുപോകാൻ ജനുവരി 1 ന്യൂ ഇയർ ട്രിപ്പിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞവനാണ് ഇപ്പോൾ 7ാമത്തെ മാസത്തിലോട്ട് കടക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴും ആ ഫ്രോഡിനെ വിശ്വസിക്കുന്നവരാണ് മറ്റവർ. അവർക്ക് എന്നെ വിശ്വാസമല്ല. അപ്പോൾ അവരെ പറഞ്ഞ് ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തെന്നാൽ എനിക്ക് വരാൻ താല്പര്യമില്ല, എനിക്കിവിടെ വിട്ടു പോകാൻ താല്പര്യമില്ല, അത് കാരണം നിനു പറയുന്നൊന്നും നിങ്ങൾ കേൾക്കരുത് എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞ് വിശ്വസിച്ച് വെച്ചേക്കാണ്. ഓരോ ദിവസം അവരും ഇത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറയാൻ വന്നത്, അങ്ങനെ നമ്മൾ ഈ മനുഷ്യൻ ഒരു നോമിനിയുടെ കഥ കൊണ്ടുവന്നു. അതായത് ഈ പോകുന്നതിന് വേണ്ടി ഞാൻ നോമിനി ആക്കിയിരിക്കുന്നത് എൻ്റെ വൈഫിനെയാണ്. അപ്പം ഒരാളും കൂടെ വേണം, അത് അമ്മയുടെ പേര് വെക്കണം, ഇല്ലെങ്കിൽ കുറേ സാങ്കേതികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എൻ്റെ അമ്മേനെ ധരിപ്പിച്ചു. അമ്മയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അമ്മ വിളിച്ച് പുള്ളിയോട് സംസാരിച്ചു, എങ്ങനെയാണ് ജോലി കാര്യങ്ങൾ, ജെനുവിനാണോ എന്നുള്ള കാര്യങ്ങൾ മാത്രം സംസാരിച്ചു. അതിപ്പോൾ ഏതൊരമ്മയും, ഇപ്പം നിങ്ങൾക്കാണെങ്കിലും നിങ്ങളുടെ ഒരു പ്രശ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശങ്കകളാണ്, അപ്പോൾ വിളിച്ച് സംസാരിച്ച് കാര്യങ്ങൾ ചോദിക്കും. അതുമാത്രമേ എൻ്റെ അമ്മ ചെയ്തുള്ളൂ. പക്ഷേ ആ കൂടെ ഇവൻ എന്ത് ചെയ്തു? അപ്പോൾ ഈ നോമിനിയുടെ കേസ് അത് അമ്മയുടെ പേരും കൂടെ ആക്കണം, എന്നാൽ അതിൻ്റെ ബെനിഫിറ്റ് നിനുവിനാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഓഫീസിൽ ഇച്ചിരി കൂടെ ഹയർ പൊസിഷനുള്ള ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് എൻ്റെ അമ്മയെ കോണ്ടാക്ട് ചെയ്യുകയും നിനുവിൻ്റെ വൈഫ് അഞ്ജുവിനോടോ ഇത് പറയണ്ട, ബാക്കി പോകാനുള്ളൊരു ഇത് അറിയരുത്, ഒരു 30,000 രൂപ വേണമെന്ന് പറഞ്ഞ് അമ്മ അനിയൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കുകയും അനിയൻ അത് ഗൂഗിൾ പേ ചെയ്ത് ഈ മനുഷ്യന് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതും കൂടെ അറിഞ്ഞപ്പോൾ എനിക്ക് സകല സമാധാനവും നഷ്ടപ്പെട്ടു. കാരണം ഇത് ഫ്രോഡാണെന്ന് തന്നെ നമുക്ക് മനസ്സിലായി. കാരണം ഇവൻ പറയുന്നല്ല ചെയ്യുന്നത്, നമ്മുടെ പൈസ എങ്ങനെയെങ്കിലും വാങ്ങിയെടുക്കാനുള്ള തയ്യാറെടുപ്പുകളാണ്, വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് ബോധ്യമായി. അപ്പോൾ ഞാൻ ഇത് വിളിച്ച് സംസാരിക്കുകയും ബഹളം വെക്കുകയും ചെയ്തു. ആ ഓഡിയോ നിങ്ങളെ ഞാൻ കേൾപ്പിക്കാം. ഇവനോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് അവസാനം പറഞ്ഞത് എന്തെന്നാൽ, നീ വേണമെങ്കിൽ കേസ് കൊടുത്ത് പൈസ വാങ്ങിക്കൂ, നീ കേസ് കൊടുക്കണം എന്ന് പറയുന്നത്. ഞാൻ ഓഡിയോ നിങ്ങളെ കേൾപ്പിക്കാം, ഒന്ന് കേട്ടിട്ട് നിങ്ങൾ പറയണം. നീ റെക്കോർഡല്ല, നീ എന്ത് ചെയ്തല്ലോ കുഴപ്പമില്ല, നീ സംസാരിക്കടാ. നീ എന്നാ പറഞ്ഞേ? നീ സംസാരിക്കടാ, നീ എന്നെ വിളിക്കണം, നീ വിളി, നീ പറ, സംസാരിക്കടാ. അതെ, സംസാരിക്കടാ. നീ ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ എനിക്ക് ഹലോ എടാ വെച്ചടാ, നീ സംസാരിക്കടാ, വാണാണ് സംസാരിക്കടാ. അത് തന്നെ ആണിനെ പോലെ സംസാരിക്കേ, ആണിനെ പോലെ സംസാരിക്കേ, അതാ പറയാനുള്ളത് കേട്ടോ. ഹലോ എടാ, നീ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്, നീ പറഞ്ഞോളൂ. എനിക്ക് ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്ന പൈസ എന്നെ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ട, രക്ഷപ്പെടുത്താൻ വേണ്ട, ഒന്നും വേണ്ട. എനിക്ക് നീ കേസ് കൊടുക്കാൻ പറഞ്ഞു, നീ പരാതി കൊടുത്തോളൂ. പരാതി കൊടുക്കുന്നില്ല. പരാതി കൊടുത്താൽ നീ പരാതി കൊടുക്കണം. അമ്മയുടെ പരാതി കൊടുക്കണം. അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ച 30,000 രൂപ നീ പരാതി കൊടുക്കണം. നീ പരാതി കൊടുക്കാൻ പറഞ്ഞു. നീ ഒരു കോപ്പ് പറയണം, നീ പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തോളൂ. ഈ നോക്കിക്കോളാം. ഈ 1.97 ഈ 30,000 എനിക്ക് പൈസ വേണം, എനിക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ട. നീ ഇനി എന്ത് നോക്കി, നീ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇതിന്റെ ക്യാൻസൽ ചെയ്ത് തന്നെ വരും. പക്ഷെ നീ പരാതി കൊടുക്കണം. പരാതി കൊടുക്കുന്നില്ലല്ലേ, എനിക്ക് പൈസ വേണം. നീ പരാതി കൊടുത്തേ പറ്റും. നീ പരാതി കൊടുത്തേ പറ്റും. പരാതി കൊടുപ്പിക്കും നിന്റെ കൊണ്ട് ഞാൻ. അല്ല, കൊടുപ്പിക്കണം. കാരണം നിങ്ങൾ ഒരു കപ്പലിലും വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ എന്റെ കാര്യം എനിക്കറിയാം. അല്ല, പിന്നെ കോപ്പറിയാം. നിന്റെ തന്തെടുത്ത് പറടാ. അപ്പം ഇതിനകത്ത് എന്നെ കുറേ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നിയമപരമായിട്ട് നമുക്ക് പോകാം. അപ്പം നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് SI ആയിട്ട് സംസാരിച്ച് പരാതി കൊടുത്ത് SI അവനെ അന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തപ്പോഴത്തേക്കും അവന് സ്റ്റേഷനിൽ അതിൻ്റെ അടുത്ത ഡേറ്റിൽ, അതായത് മാർച്ച് 1-ാം തീയതി സ്റ്റേഷനിൽ ഹാജരാകാമെന്ന് പറഞ്ഞതാണ്. മാർച്ച് 1-ാം തീയതി ഇവൻ വന്നില്ല. ഇവനെ സ്റ്റേഷനിൽ നിന്ന് ഫോൺ വിളിച്ച് കോണ്ടാക്ട് ചെയ്തിട്ട് ഇവൻ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേസ് രജിസ്റ്റർ ചെയ്ത് ഇതിനകത്ത് എനിക്ക് തെറ്റ് പറ്റി എന്ന് പറയുന്നത്, നമ്മുടെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കസിൻ നമ്മളെ വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കും. എന്തായി, കേസ് കൊടുത്തിട്ട് എന്തായി,
എങ്ങനെയായി. അപ്പം നമ്മൾ പറഞ്ഞിട്ടാണ് അവർ ആദ്യം ഇത് പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയും പൈസ കൊടുക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ നമ്മളുമായിട്ട് കോൺടാക്ട്സ് ഇല്ല, അവരുമായിട്ട് മാത്രമാണ് ഈ കോൺടാക്ട്സ് ഈ കക്ഷിയെ ഈ കൊണ്ടുപോകാന്ന് പറയുന്ന ആളുള്ളൂ. അപ്പോൾ ഈ പുള്ളിക്കാരൻ നമ്മളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഇത് കേസ് കൊടുത്തിട്ട് എന്തായി, ബാക്കി കാര്യങ്ങൾ എങ്ങനെ, നമ്മൾ ബാക്കി നീക്കുപോക്കുകൾ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് ഇത് മറ്റേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം പ്രത്യേകം എന്തെങ്കിലും സിമ്പതി കിട്ടാനായിരിക്കും. എന്തോ അവരൊക്കെ എന്നാ വിചാരിച്ചിരിക്കുന്നത്, ഇവൻ കൊണ്ടുപോകും, ഈ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് ഇച്ചിരി കൂടെ ഹയർ ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടും, അവരങ്ങ് സേഫ് ആകും എന്നുള്ള ധാരണയിലാണ്. പക്ഷേ ഇവൻ ഭൂലോക ഫ്രോഡാണെന്ന് നമ്മളോട് നമ്മൾ സംസാരിച്ചവരെല്ലാം പറഞ്ഞു. അതായത് പോലീസ് സ്റ്റേഷനിൽ തന്നെ അവർ പറഞ്ഞു, ഇത്തരം ഒരു ഫ്രോഡിൻ്റെ കയ്യിൽ ഒരിതുമില്ലാതെ എങ്ങനെയാണ് പൈസ കൊടുത്തത്, എന്തിനാണ് കൊടുത്തതെന്നൊക്കെ നമ്മളോട് സംസാരിച്ച് ഉണ്ടായി. എന്തായാലും നമ്മളിപ്പോൾ നിയമപരമായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. താമസിയാതെ തന്നെ ആളെ നമ്മുടെ മുമ്പിൽ എത്തിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നമ്മുടെ കൂടപ്പിറപ്പാണെങ്കിൽ പോലും സമൂഹത്തിലെ ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് പറ്റിയ ഈ അബദ്ധത്തിൽ എനിക്ക് ശരിക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഇത്രയും പൈസ പോയി, നമ്മളത് ഗോൾഡ് പണയം വെച്ചും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയൊക്കെ ആണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്നുള്ളൊരു കണക്കൂട്ടില്ല. പക്ഷേ ഈ പുള്ളി ചെയ്ത പോലെ തന്നെ, ഈ പുള്ളി ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ട് പുള്ളി അറിയിക്കുകയും അവരിന്ന ചെയ്യുമെന്ന് പറയുകയും ചെയ്ത നമ്മുടെ ബന്ധുക്കാർ ചെയ്തത്. ഏതായാലും ഇതുപോലൊരു അബദ്ധത്തിൽ നിങ്ങളാരും ചെന്ന് ചാടാതിരിക്കുക. അവനവൻ്റെ കാര്യം നോക്കി, സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി ചെയ്താൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഫ്രോഡുകൾ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഓരോരുത്തർ തപ്പി ഇങ്ങനെ നടക്കുമായിരിക്കും. അതിലൊന്നും ചെന്ന് പെടാതെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നഷ്ടപ്പെടാതെ നോക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ.